സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗിക അതിക്രമ പരാതി. ഈ കേസിൽ ഇരയ്ക്കൊപ്പം നിന്ന അതേ സർക്കാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ മൗനത്തിലായിരിക്കുന്നത്. ഇരു കേസുകളിലും ശ്രദ്ധേയമായ സാമ്യതകളുണ്ട്. നവംബർ അവസാനം പരാതിക്കാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. രഹസ്യമൊഴി രേഖപ്പെടുത്തൽ, കോടതി നിർദ്ദേശങ്ങൾ, അന്വേഷണ പുരോഗതി എന്നിവയും സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നേറിയതും. എന്നാൽ രാഹുലിന്റെ വിഷയത്തിലും PT കുഞ്ഞുമുഹമ്മദിന്റെ വിഷയത്തിലും സർക്കാരും CPM-ഉം ഇടതുപക്ഷവും സ്വീകരിച്ച നിലപാട് ഒന്നായിരുന്നുവോ എന്നാണ് സംശയം. മുൻ ഇടതുപക്ഷ MLA സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ IFFK ജൂറി ചെയർമാൻ ആയിരുന്ന സമയത്ത് ഹോട്ടൽ മുറിയിൽ സംവിധായകയെ സമ്മതമില്ലാതെ കടന്നുപിടിക്കുകയും ലൈംഗിക പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് പരാതി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഇരുവരുടെയും സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. പോലീസിനും മുഖ്യമന്ത്രിക്കും ഇര പരാതി കൊടുത്ത ദിവസങ്ങളായിട്ടും പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ പോലീസിന് ഇതുവരെ സമയം കിട്ടിയില്ല. തുടർന്ന് മാധ്യമ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഇന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഇരയെ മൊഴിയെടുപ്പിക്കാൻ തയ്യാറായത്. ഇതിനിടയിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ. ജാമ്യവിധിക്ക് മുമ്പ് അറസ്റ്റ് വൈകിപ്പിച്ചിരിക്കുകയാണ് പോലീസ് എന്ന് വ്യക്തമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 ഗുരുതര പരാതികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആദ്യ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ, ക്രൂരപീഡനം എന്നിവ ഉൾപ്പെടുന്ന ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് ബംഗളൂരു സ്വദേശിനിയായ യുവതിയുടേതാണ്. ശബ്ദരേഖകൾ, ചാറ്റുകൾ, മെഡിക്കൽ തെളിവുകൾ എന്നിവ പരാതിക്കാരി ഹാജരാക്കിയിട്ടുണ്ട്. ഈ 2 കേസുകളിലും രാഹുലിന് ജാമ്യം ലഭിക്കുകയും പരാതിയിലെ മൊഴിവിരുദ്ധങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇരു കേസുകളുടെയും സാമ്യതകൾ: പരാതിയുടെ സമയക്രമം, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, രഹസ്യമൊഴി രേഖപ്പെടുത്തൽ, കോടതി ഇടപെടൽ എന്നിവയാണ്. എന്നാൽ വ്യത്യാസങ്ങൾ ആരോപണങ്ങളുടെ ഗൗരവത്തിലും തെളിവുകളുടെ സ്വഭാവത്തിലും വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും MLA സ്ഥാനം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പരാതിക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കിയതിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു. അതേസമയം നിഷ്പക്ഷ അന്വേഷണം വാഗ്ദാനം ചെയ്ത ഇടത് സർക്കാർ PT കുഞ്ഞുമുഹമ്മദിന്റെ ഇടത് സഹയാത്രികനെന്ന നിലയിൽ കേസിനെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് LDF ആരോപിക്കുന്നത്. ഒപ്പം കോടതി വിധിക്ക് കാത്തിരിക്കണമെന്ന് പതിവ് മറുപടിയും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാക്കുമ്പോൾ താൽക്കാലികമായ ഒരു കമ്മിറ്റിയാണ്. ഏത് തെരഞ്ഞെടുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കും. അതിനൊരു കൺവീനർ ഉണ്ടാവും. ഞാനായിരുന്നു ജനറൽ കൺവീനർ. അതിനൊരു ചെയർമാൻ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു സ്വതന്ത്രനായ ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ പലപ്പോഴും ചെയർമാനൊക്കെ ആക്കാറുള്ളത്. ആ നിലയിൽ കഴിഞ്ഞ ദീർഘകാലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയൊക്കെ ഭാരവാഹിയൊക്കെ ആയിട്ട് പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ PD പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയർമാനായിരുന്നു, ഞാൻ അതിൻ്റെ കൺവീനറായിരുന്നു. അത് താൽക്കാലികമായിട്ടുള്ള ഒരു കമ്മിറ്റി മാത്രമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അലിഗേഷൻ ഉയർന്നു വന്നിട്ടുണ്ട്. കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് നിങ്ങളുടെ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിന്നെ താൽക്കാലിക കമ്മിറ്റിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതായി. പിന്നെ ഇപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് മാറ്റേണ്ട കാര്യം സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു അലിഗേഷൻ ഉയർന്നു വന്നു. അതിലിപ്പോൾ വീട്ടിൽ തെറ്റുകാരനാണോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നിയമപരമായ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല. ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം തെറ്റുകാരനാണോ ഇല്ലയെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം ഇവര് അതിജീവിതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇരയായിട്ടുള്ള സ്ത്രീ പറയണതാണോ ശരിയെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആ ഇരയായിട്ടുള്ള സ്ത്രീ പറയണ തള്ളിക്കളയാൻ പറ്റില്ല. അവർ പരാതി വന്നിട്ടുണ്ട്. അത് ന്യായമായ പരാതിയാണ്, വളരെ ഗൗരവപ്പെട്ട പരാതിയാണ്. ഗൗരവപ്പെട്ട അത്തരം പരാതി വരുമ്പോൾ പോലീസ് ശക്തമായ നിലപാടെടുക്കണം. അതിൽ സർക്കാർ ഇടപെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. സർക്കാർ ഇടപെട്ടിട്ടില്ല. പിണറായി വിജയൻ ആ കേസ് നേരെ പോലീസിന് കൈമാറി കൺട്രോൾമെന്റിക്ക് പോലീസ് തിരുവനന്തപുരത്ത് അത് അന്വേഷിക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ നിലയിൽ തന്നെ നടക്കും. അല്ലാണ്ട് അതിൽ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. PTക്കെതിരായിട്ട് വന്ന പരാതിയെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ശരിയായിട്ടുള്ള നിലപാടാണ്. PT കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പറൊന്നുമല്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നത് നിലപാടെടുക്കുക. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പാർട്ടി മെമ്പർമാരെ മാത്രമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ. അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ MLA ആയിരുന്നു. അങ്ങനെ ഇതുമായി സഹകരിച്ചു പോകുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമല്ല PT. ആരോ പുറത്താക്കേണ്ട കാര്യം ഇത് നമുക്ക് ആലോചിക്കേണ്ട.
കാര്യമില്ല. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് തെറ്റും ശരിയൊക്കെ തീരുമാനിക്കേണ്ടത് പോലീസ് അന്വേഷണം, നിയമ സംവിധാനങ്ങളാണ്. ഒരു പരാതി ഉയർന്നു പോകും, ഒരു ഇരയായ സ്ത്രീ ഒരു പരാതി ഉയർന്നു, ആ പരാതി ഗൗരവപ്പെട്ടതാണ്. ആ ഗൗരവപ്പെട്ട പരാതി സാധാരണ നിലയ്ക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഗവൺമെന്റ് ചെയ്യുക, അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, നിയമ സംവിധാനവുമായി മുന്നോട്ട് പോകുക. ആ സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി ഗവൺമെന്റ് പരാതി കിട്ടിയുള്ളത് തന്നെ അതിന് പോലീസിന് കൈമാറി അതിന്റെ നടപടികളായിട്ട് പോലീസ് മുന്നോട്ട് പോകുക. ആരെയും സംരക്ഷിക്കണം പ്രശ്നമല്ല ഇത്തരം കാര്യം. വീട്ടിൽ തന്നെ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തെറ്റുകാരനല്ല, അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്ന നമ്മളാവല്ല. അതിന് അന്വേഷണം സ്വതന്ത്രമായി നടക്കുക. ആരെങ്കിലും വീട്ടിലല്ല, ഇനി ഇപ്പൊ എത്ര വലിയ ആളായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊന്നും സംരക്ഷിക്കുന്ന ബാധ്യത ഇടതുപക്ഷ പ്രസ്ഥാനത്തിനില്ല. അത് ഏത് ഉന്നതനായാലും അതൊക്കെ നിയമപരമായ നിലപാടുകളെടുത്ത് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പോവുക. അതൊരു വിട്ടുവീഴ്ച ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാറില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ എടുത്താലും നമുക്ക് മനസ്സിലാക്കാം. ഏത് വിഷയത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനം അത് ശരിയായ നിലപാടെടുത്ത് പോകും. ഇപ്പോൾ നാളെ ആരെയും തെറ്റ് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തെറ്റ് സംഭവിച്ചവനെ സംരക്ഷിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. തെറ്റിനോട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി പോകുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം. കടുത്ത തെറ്റുകളാണെങ്കിൽ, ഇടതുപക്ഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറ്റുകളാണെങ്കിൽ അവ ഇടതുപക്ഷത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ CPIM-ന്റെ ഒക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഒത്തുപോകാൻ പറ്റാത്ത ഒരു തെറ്റാണ് എങ്കിൽ അവരെ പിന്നെ ഈ പാർട്ടിയുടെ ഭാഗമാക്കില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതാണ് ഞങ്ങൾ കിട്ടുന്ന സമയം. ഇവിടെ PTP-ന്റെ ഇതിന്റെ ഭാഗമല്ല. അദ്ദേഹത്തിന് ഒരു പരാതി വന്നു, പരാതിയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തോട് ഒരു തരത്തിലും ഗവൺമെന്റ് അതിൽ ഇടപെടില്ല. അത് സ്വതന്ത്രമായ അന്വേഷണം നടക്കും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി നാട്ടുകാരോട് അദ്ദേഹത്തിന് പഴയ പോയില്ല, വിരോധമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണമായി ബന്ധപ്പെട്ട് പറയാം. പരാതി തങ്ങൾക്ക് നേരെയാണ് വരുന്നതെങ്കിലും കോടതി തീരുമാനിക്കട്ടെ എന്നും എതിരാളികൾക്കെതിരെയാണ് പരാതിയെങ്കിൽ ഉടനെ അറസ്റ്റ് എന്നുമുള്ള നിലപാടാണ് ഇടത് സർക്കാരിന്റേതെന്നും വ്യക്തം. ന്യൂസ് ഡെസ്ക്, സെറ്റ്കോ ന്യൂസ്.